16,000 അടി ഉയരത്തിൽ അതിർത്തിക്കടുത്ത് വമ്പൻ റോഡ് നിർമ്മാണ പദ്ധതിയുമായി മോദി സർക്കാർ. ഉത്തരാഖണ്ഡിലെ നീലാപാനിയിൽ നിന്ന് മുലിംഗ്വ വരെ, അതായത് ഇന്ത്യ ടിബറ്റ് അതിർത്തി വരെ നീളുന്നതാണ് പദ്ധതി. അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. നരേന്ദ്രമോദി സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അതിർത്തി അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഒന്നാണിത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ് പദ്ധതി നടപ്പാക്കുന്നത്. അവിടെ നിലവിലുള്ള മണ്ണ് റോഡിനും ട്രക്കിംഗ് പാതയ്ക്കും പകരം എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാവുന്ന ഒരു തന്ത്രപ്രധാനമായ റോഡ് നിർമ്മിക്കുകയാണ് ലക്ഷ്യം. ഇത് നീലാപാനിയിൽ നിന്ന് മുലിംഗ്വ ബേസിലേക്കുള്ള സൈനിക വിന്യാസത്തിന്റെ സമയം ദിവസങ്ങളിൽ നിന്ന് മണിക്കൂറുകളായി കുറയ്ക്കുകയും കഠിനമായ കാലാവസ്ഥയിൽ പോലും സൈനികരുടെ വാഹന ചലനം എളുപ്പമാക്കുകയും ചെയ്യും. പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിന് BRO ഇതിനോടകം തന്നെ കൺസൾട്ടൻസി സേവനങ്ങൾ തേടിയതായാണ് വിവരം. 104 കോടി രൂപയാണ് പദ്ധതി ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 16,134 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സീസണൽ പർവ്വത പാതയാണ് മുലിംഗ്ല. ഇന്ത്യയുടെ ഉത്തരാഖണ്ഡ് മേഖലയിലെ ചൈനയുടെ ടിബറ്റൻ പ്രദേശവുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ചരിത്രപരമായി മുലിംഗ്ല ഒരു പരമ്പരാഗത ട്രാൻസ് ഹിമാലയൻ വഴിയായിരുന്നു. ആധുനിക അതിർത്തി നിർണയങ്ങൾ കർശനമാക്കുന്നതിന് വളരെ മുമ്പ് തന്നെ വ്യാപാരികളും ഇടയന്മാരും അതിർത്തി കാവൽ സേനയും ഈ പാത ഉപയോഗിച്ചിരുന്നതാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം പതിറ്റാണ്ടുകളായി ഈ പ്രദേശം വികസനങ്ങൾ ഒന്നുമില്ലാതെ കിടക്കുകയായിരുന്നു. കഠിനമായ ഭൂപ്രകൃതിയും നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള റോഡ് നിർമ്മാണത്തിന് മുൻഗണന നൽകാത്ത ഇന്ത്യയുടെ മുൻ പ്രതിരോധ സിദ്ധാന്തവും കാരണം ഈ മേഖല വർഷങ്ങളായി വികസനമില്ലാതെ കിടന്നു. ഈ സമീപനം മാറിയതോടെ ഇവിടെ റോഡ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നിലവിൽ മുലിംഗ്ല ബേസിലെയുള്ള പ്രവേശനത്തിന് 5 ദിവസം കാൽനടയായി യാത്ര ചെയ്യണം. സൈനികർ ഭക്ഷണ സാധനങ്ങൾ, ഇന്ധന ഉപകരണങ്ങൾ എന്നിവ അവിടേക്ക് എത്തിച്ചിരുന്നത് ചുമട്ടുകാർ വഴിയോ മൃഗങ്ങളെ ഉപയോഗിച്ചോ മാത്രമാണ്. ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച മൂലം ഈ പാത പലപ്പോഴും ഉപയോഗശൂന്യമാവും. അതിനാൽ ഇവിടെ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സൈന്യം കൂട്ടി സംഭരിച്ച സാമഗ്രികളിലും വ്യോമഗതാഗത സംവിധാനവും ആശ്രയിക്കാൻ നിർബന്ധിതരാകുന്നു. പുതിയ റോഡ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നീലാപാനിയിൽ നിന്ന് മുലിംഗ്ല വരെയുള്ള യാത്രാ സമയം ദിവസങ്ങളിൽ നിന്ന് മണിക്കൂറുകളായി കുറയും. ഇത് സൈനികരുടെ പെട്ടെന്നുള്ള നീക്കത്തിന് വഴിയൊരുക്കുകയും ചെലവേറിയ വ്യോമ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. 2020 ശേഷം കിഴക്കൻ ലഡാക്കിലെ സംഘർഷത്തെ തുടർന്ന് അതിർത്തി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കുന്നതിൽ ഇന്ത്യ കാണിക്കുന്ന മുൻഗണനയുടെ പ്രാഥമിക ഫലമാണിത്. സെൻസിറ്റീവ് അതിർത്തി സംസ്ഥാനമായിരുന്നിട്ടും അവസാന മൈൽ സൈനിക കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഉത്തരാഖണ്ഡ് ലഡാക്കിനെ പിന്നിലാക്കി. നീലാപാനി, മുലിംഗ്ല പോലുള്ള പദ്ധതികൾ വ്യക്തമായ നയമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വെറും ഒരു സിവിലിയൻ എഞ്ചിനീയറിംഗ് പദ്ധതിയല്ല. ഇത് ഇന്ത്യയുടെ പുതിയ ഹിമാലയൻ സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. അവിടെ റോഡുകൾ, തുരങ്കങ്ങൾ, പാലങ്ങൾ, വ്യോമതാവളങ്ങൾ എന്നിവ തന്ത്രപരമായ ആസ്തികളായി കണക്കാക്കപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.